ഇപ്പം ആന വരണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ഇറങ്ങി നമ്മൾ ഓടുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. പച്ചയ്ക്ക് ഞാൻ എവിടെ വന്ന് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം എനിക്ക് മനസ്സിലായി. എൻ്റെ ഒമ്പ ഒരു മലയുടെ കുന്നിക്കാണ് ഞാൻ അങ്ങനെ കയറണം ചെങ്കുത്തനെ. ഈശോദിത് എങ്ങോട്ട് എന്നെ കൊണ്ടുപോകണം എനിക്കൊരു പിടുത്തല്ലോ കേട്ടോ. അമ്പോ റോഡ് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇവിടെ ഇനി മൊത്തം 1 കിലോമീറ്റർ ഇങ്ങനെ ഈ ഓഫ് റോഡ് കൂടെ പോകണം എന്നാട്ടോ കാണിക്കണത്. ഈ തെങ്ങൊക്കെ ആന മറിച്ചുണ്ട്. ആന കുത്തി മറിച്ചതാണ് ഇതൊക്കെ. ഇത് ഭയങ്കര റിസ്ക് കേട്ടോ, ഭയങ്കര അഡ്വഞ്ചറാണ്, ഭയങ്കര റിസ്ക് ആണിത്. ഈ ആനക്കാടിന്റെ ഈ നടുക്ക് ഈ കൃഷി നടത്തുന്ന എത്ര റിസ്ക് ആണ്? അതെ അല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൻ മല്ലു ട്രക്കർ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അട്ടപ്പാടിയിലെ കുറേ ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു സ്റ്റേ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. സംഗതി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, രാഹുൽ എന്ന് പറഞ്ഞിട്ട്. കുറേ നാളായി അവൻ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമുക്കൊരു ദിവസം അവൻ്റെ കൂടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അത് 2, 3, 4 ദിവസങ്ങളായിട്ടോ. ഞാൻ ഈ പറഞ്ഞു വരുന്ന സ്ഥലങ്ങളൊക്കെ അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിൽ കൃഷി ചെയ്യുന്ന സിദ്ദിഖ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഒരു ഇക്ക ഉണ്ട്. ഇക്കയുടെ തോട്ടത്തിലാണ് രാഹുൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം നിന്നുകൊണ്ട് നമ്മൾ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് രാത്രി സ്റ്റേ ഒക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി അഡ്വഞ്ചറായിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അട്ടപ്പാടിയിൽ നിന്ന് ആനക്കട്ടി വരെ പോകുന്ന വഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയാൽ നമുക്ക് മുള്ളിലോട്ട് ഊട്ടി കയറാം. കുറച്ചും കൂടെ മുന്നേ വന്നിട്ട് അവിടുന്ന് സെക്കൻഡ് ലെഫ്റ്റ് എടുത്ത് ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് റോട്ട് ഉണ്ട് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? അങ്ങനെ ഇതുവരെ ഈ റൂട്ടിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെ ഇതുവരെ ആരും പോകാത്ത അല്ലെങ്കിൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല കേട്ടോ, ഇത് ഇക്കാടെ തോട്ടത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവർ എനിക്ക് അവിടുന്ന് ലൊക്കേഷൻ അയച്ച് തന്നപ്പോൾ പോകുന്ന പാതയാണ് കേട്ടോ. ഇതിവിടെ കൃഷി സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ കൊടും കാട്ടിൻ്റെ ഉള്ളിലുള്ള റോഡുകളാണ് കേട്ടോ ഇതൊക്കെ. ഇനി പോകുന്തോറും നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ പോകുമ്പോൾ പഴയ കാലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെ നാട്ടിൽ നിന്നിട്ട് ഇപ്പോൾ പഴയ കാലത്തെ വീടും കടകളൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ കൊച്ചു ഇതുപോലുള്ള ഗ്രാമങ്ങൾ വഴി പോകുമ്പോൾ അതൊരു വല്ലാത്ത ഫീലിങ്സ് തന്നെ കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. കാടും കൃഷിസ്ഥലവും തമ്മിലുള്ള അനിമൽസിൻ്റെ യുദ്ധങ്ങളുണ്ടല്ലോ, അതും കൂടെ ഇവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതും കൂടെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇക്കാടെ തോട്ടത്ത് നമ്മൾ ഒരു ദിവസം രാത്രി ഫുള്ള് നിന്നിട്ട് അവിടെ വരുന്ന വന്യജീവികൾ കാണാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട്, പിന്നെ അത് മാത്രമല്ല അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും കാണാത്ത കാഴ്ചകളായിരിക്കും ഈ റൂട്ടൊക്കെ. കാരണം ഇങ്ങോട്ട് ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാർ വരാൻ സാധ്യതയില്ല. പിന്നെ ഇതുപോലുള്ള കൊച്ചു ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ റോട്ടിലേക്ക് പോകുമ്പോൾ ഇനി ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ അത് മാറിപ്പോയാലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള പുതു വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മറക്കണ്ട കേട്ടോ ഫ്രണ്ട്സ്. സ്റ്റാർട്ടിങ്ങും ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകുന്തോറും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ പോകുന്തോറും ഫുള്ള് കാടായി മാറുമ്പോഴാണ് മനസ്സിനുള്ള ഒരു പേടി ഇങ്ങനെ തുടങ്ങി വന്നത്. അത് കാരണം എന്താണെന്ന് അറിയാം, പോകുന്ന വഴിയൊക്കെ ആനച്ചൂര് കിട്ടിയിരുന്നത് നമുക്ക്. ഈ വരുന്ന പാത ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ബൈക്കിൽ പോകുന്ന ഈ പാതയിലൊക്കെ ആന വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ആന മാത്രമല്ല, പുലിയും കടുവയും ഒക്കെ വരുന്ന സ്ഥലമാണ്. ഇത് നമ്മളെ മുള്ളിയുടെ നേരെ ഇക്കര ഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇക്കര അങ്ങനെ ആരും വരാറില്ല. നമ്മൾ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം വീഡിയോയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്സ്. എൻ്റെ പൊന്നിൻ്റെ ബാക്കിൽ നോക്കിക്കിട്ട് ഒരു പുതിയ കാഴ്ച ആകുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം, ആനച്ചൂര് ഇവിടെ നല്ലോണ്ട്, നല്ല ആനച്ചൂര് കിട്ടുന്നുണ്ട്. എൻ്റെ അമ്പോ, എത്രത്തോളം പേടി ഉണ്ടെന്നുണ്ടെങ്കിലും അത്രത്തോളം ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ബാക്കിലിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചിട്ട്, ഈ റോഡും ഈ പാറയൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ. ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള റൈഡ് തന്നെ കേട്ടോ, അത് ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള റൈഡ് തന്നെ, ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ബൈക്ക് നിൽക്കുന്നത്.
സൗണ്ട് കേൾക്കുന്നുണ്ട്, കേൾക്കാൻ പാടാത്ത സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് പൊതറിൻ്റെ ഉള്ളിൽ നിന്ന് ശ്വാസം നീട്ടി വലിക്കുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം. എനിക്ക് അത്ര സുഖം തോന്നില്ല ഇവിടെ നിന്നിട്ട്. വീഡിയോ കട്ട് ചെയ്യാൻ തന്നെ തോന്നുന്നില്ല ഫ്രണ്ട്സ്, അത്രയും അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റൂട്ടിലൂടെ പോകാൻ എനിക്ക് എൻ്റെ രാഹുൽ പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവനാണ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നത്. അപ്പോൾ സംഗതി ലൊക്കേഷൻ അയച്ചു തന്നത് വഴിയല്ല ഞാൻ പോണത്, ഗൂഗിൾ മാപ്പ് എന്നെ വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി വിട്ട്. അത് ഒരു കണക്കിന് നന്നായി, പക്ഷേ ഒരു കണക്കിന് വളരെ ബുദ്ധിമുട്ടായി. അത് നിങ്ങൾ വീഡിയോയിൽ അടുത്തടുത്ത് കാണാം കേട്ടോ. കാരണം ഗൂഗിൾ മാപ്പ് വഴി തെറ്റി വേറെ എങ്ങോട്ടോ കൊണ്ടുപോയപ്പോൾ പുതിയ പുതിയ ഗ്രാമങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി ഫീലിങ്സ് ആയിരുന്നു. പക്ഷേ ഇതുപോലുള്ള ഹിഡനായിട്ടുള്ള ഈ ഫോറസ്റ്റ് റോഡ് കൂടെ കൊണ്ടുപോയി വിടുമ്പോഴാണ് മനസ്സിനുള്ളിൽ പേടി തുടങ്ങിയത്. ഇതൊക്കെ ആനക്കാടാട്ടോ, ആനയും പുലിയൊക്കെ വരുന്ന പാതകളാണ് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ. മുന്നോട്ടും മുന്നോട്ടും ഒരു വണ്ടിയും വരുന്നില്ല, അതാണ് ഇനിയും നമുക്ക് ഹൈപ്പാക്കുന്നത് പേടി. പക്ഷേ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു റൈഡ് തന്നെ കേട്ടോ അത്. ശരിക്കും പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയാം, മല കയറുക മല ഇറങ്ങുക, മല കയറുക മല ഇറങ്ങുക, അങ്ങനത്തെ യാത്ര ചെയ്യുന്നത്. ഇത് എനിക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് എന്താണ് പാത എന്നുള്ളത്. ഇവിടെ നിങ്ങോട്ടുള്ള ഒരു വ്യൂ നോക്കിയാൽ നിങ്ങൾ അടിപൊളിയായില്ലേ. ഈ വ്യൂ ഞാൻ കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ അത് ഇതിലും വലിയ മോശം ഈ വീഡിയോയിലുണ്ടാവില്ല. എൻ്റെ പൊന്നും ഇങ്ങോട്ട് നോക്കി നിങ്ങൾ പോകുന്നേക്ക് ഇവിടെ ഒരു റിസോർട്ട്. പോവാ ഒന്ന് അടങ്ങിക്ക് പെണ്ണേ. മാപ്പ് കുറച്ചു നേരം കറക്കിച്ചു. ബാക്ക്ഗ്രൗണ്ടിലെ മൗണ്ടൻസ് ഒക്കെ ഞങ്ങൾ, അതാണ് അഴക് എന്ന് പറഞ്ഞതാണ് ഫ്രണ്ട്സ്. ഞാൻ പാട്ടിന് ഈ റോഡിൽ ഞാൻ അങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എടാ നീ എത്തിയോന്ന് ചോദിച്ചിട്ട് വിളിച്ച്, ഇല്ലടാ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നെ. ആ വീഡിയോ നോക്കിയിട്ട് ഇത് നോക്കി വാന്ന് എന്നോടേ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇനി ഞാൻ എങ്ങനെ ഈ റൂട്ടിൽ കൂടെ പോകും നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ മര്യാദയ്ക്ക് പോവുമായിരുന്നു, അല്ലെങ്കിൽ തന്നെ ആനച്ചൂര് എനിക്ക് അവിടെ ഇവിടെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു റോഡാണിത്. അതിൻ്റെ ഇടയ്ക്ക് അവൻ കണ്ട വീഡിയോയും അവനെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ തന്നെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു പേടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ കൂടെ വായിച്ചു തന്നപ്പോഴേ നന്നായി. പോയി നോക്കാം. പോകുന്ന വഴിയൊക്കെ ഭയങ്കര കുത്തനെയാണ് കേട്ടോ, ഭയങ്കര മോശമാണ് റോഡൊക്കെ. റൈറ്റോ ഈശോ, ഇത് എങ്ങോട്ട് എന്നെ കൊണ്ടുപോകണം എനിക്കൊരു പിടുത്തല്ലോ കേട്ടോ. അമ്പോ റോഡ് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇവിടെ നീ മോളിക്കാ കാണിക്കുന്നത്, പോയി നോക്കാം ഫ്രണ്ട്സ്. പച്ചയ്ക്ക് ഞാൻ എവിടെ വന്ന് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്പോ ഒരു മലയുടെ കുന്നിക്കാണ് ഞാൻ അങ്ങനെ കയറുന്നത്, ചെങ്കുത്തനെ. നിങ്ങൾക്ക് കാണിച്ചു തരാം. പഠിക്കില്ലല്ലോ, ഇല്ലല്ല ഞാൻ ഒന്നും ചെയ്യില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. വഴിയൊക്കെ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ച് പോകണം, ആന വരും, കുണ്ടും കുഴിയുള്ള റോഡാണെന്നൊക്കെ. ആ നേരത്തെ ആണെങ്കിൽ വീഡിയോ എടുക്കില്ല. ഭയങ്കര സ്നേഹമുള്ള ഏട്ടന്മാരാണ്. ഒരു ശ്രദ്ധിച്ച് പോകണം കേട്ടോ മോനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെയർ ആയിട്ടുള്ള സംസാരമാണ്. ഈശോ ഇതെന്തത്, ഇത് ഭയങ്കര റിസ്ക് കേട്ടോ, ഭയങ്കര അഡ്വഞ്ചറാണ്, ഭയങ്കര റിസ്ക്കാണിത്. അയ്യോ ഇതൊക്കെ റൈറ്റ് സൈഡിൽ പുഴ കേട്ടോ, നേരെ അടിയിക്ക് കൊക്കയാണ്. ഇവിടെ ചെരിവുള്ളവർ ഇറക്കും. രമ്പോ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എൻ്റെ ഈശ്വര. ഓ ഇങ്ങോട്ട് കണ്ടു ഫ്രണ്ട്സ്, നോക്കി എൻ്റെ അമ്പോ അടിപൊളി കാഴ്ച.
അവിടെ വെള്ളം തങ്ങിക്കുണ്ട്. പിന്നെ കുറച്ച് ദൂരം വരുമ്പോൾ ഇവിടെ ഓഫ് റോഡാണ്. MTയിലൊക്കെ എങ്ങനെയാ ഓഫ് റോഡ് ചെയ്യുക? കുഴപ്പമില്ല, പോയി നോക്കാം. ഒറ്റ കയ്യിലൊക്കെ ആരെങ്കിലും ഓഫ് റോഡ് ചെയ്യുക ഫ്രണ്ട്സ്. ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നു, ഒരു കയ്യിൽ വണ്ടി ഓടിക്കുന്നു. എൻ്റെ അമ്മോ, റൈറ്റ് സൈഡിൽ നോക്കി വ്യൂ ഒക്കെ എൻ്റെ പൊന്നോ. ഓ ഈശ്വര, ഒരു പരുവായി എൻ്റെ അമ്മ, കൈ വേദനിക്കണേ. അപ്പോൾ ബാക്കിൽ വന്ന വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത്ര നേരം ഇറങ്ങി വന്നത്. കാരണം പോകുന്ന വഴിക്ക് ഭയങ്കര അഡ്വഞ്ചറാണ്, ഭയങ്കരമായിട്ട് ത്രില്ലിങ് ഫീലിങ്സാണ് ഈ റോട്ടിൽ കൂടെ അങ്ങനെയൊക്കെ വരുമ്പോൾ. എൻ്റെ അമ്മ, ആരടേ പറഞ്ഞിട്ടൊക്കെ വരണം കേട്ടോ. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ നോക്കി, ഇത് കാണുമ്പോൾ ഒരു ആശ്വാസം. നമുക്കൊന്നും കൂടെ മുന്നിൽ പോയി വെക്കാം. ഇനി മൊത്തം 1 കിലോമീറ്റർ ഇങ്ങനെ ഈ ഓഫ് റോഡ് കൂടെ പോകണം കേട്ടോ കാണിക്കണത്. പക്ഷെ എനിക്കത്ര ഒരു ഇതില്ല എനിക്ക്. കാരണം കാടാണ്, വന്യജീവികൾ വല്ലതും വന്നാന്നുള്ള പേടിയാണ്, വേറെ ഒന്നുമില്ല. കാരണം ആന വന്ന് എങ്ങോട്ട് ഇറങ്ങി പായാന്ന് പോലും ഇല്ലേ. ഇപ്പം ആന വരണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ഇറങ്ങി നമ്മൾ ഓടുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ചെരുവ് നേരെ അടിക്ക് കൊക്കിയാന്ന്, നേരെ മണ്ടി ആന എന്തായാലും നമ്മളെ ചാമ്പും, അത് ഉറപ്പാണ്. കാരണം ആനയ്ക്ക് നമ്മളും സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അതാണ് എൻ്റെ അമ്പോ, ഇത് ആവശ്യമില്ലാത്ത പണിയാട്ടോ ഞാൻ ഈ ചെയ്യണത്. എൻ്റെ പേടിയിൽ എന്തൊക്കെയും പറയണേ ഞാൻ. ഈശ്വര, ഞാൻ പോകുന്നത് ശരി തന്നെയാണോന്ന് എനിക്കൊരു സംശയമുണ്ട് ഫ്രണ്ട്സ്. ശരി, ആന ഉണ്ടാവരുതേ, പോകുന്നവരെ ആന ഉണ്ടാവരുത്. ദേ നിൽക്കുന്ന തെണ്ടി അതൊക്കെ എടുക്കും. എന്നെന്താ കൊലക്കി വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ച്? സത്യം പറ, കൊലക്കി കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ? ഒരു ഗസ്റ്റിനെ ഇങ്ങനെയാണോ അവര് സ്വീകരിക്കണത്? നിങ്ങളെ പട്ടി തന്നെയാണോ അത്? അല്ലല്ലേ, അതുകൊണ്ട് ഞാൻ വിട്ട് കളയുന്നു. ഇവിടെ കുറച്ച് പട്ടികളുടെ ഇവിടുന്ന് ആട്ടിട്ട് ഇതേ വരും വീണ്ടും. ഫെൻസിങ് ഉണ്ട് ഇതില്. എൻ്റെ അമ്പോ, ഭാഗ്യത്തിന് കൈ വെച്ചില്ല. ഇവിടെ കണ്ടോ നിങ്ങളൊരു പൊളിഞ്ഞ വീട് കിടക്കുന്നത്? എൻ്റെ അമ്പോ, ഒരു പൊളിഞ്ഞ വീട് കിടക്കുന്നുണ്ട്. നിങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ കാട് പിടിച്ച് കിടക്കുക. ഇവനെന്തിനാന്നറിയാം ഇത്രയും അർജന്റിൽ പണിയെടുക്കുന്നത്? എന്താ പ്രശ്നം? ആന വരുന്നുണ്ടെന്നോ? മേലെ ഇറങ്ങിയിട്ടുണ്ടെന്നോ ആന? അമ്പോ, അപ്പോൾ നമ്മൾ ആ കറങ്ങി ഈ മല ഉണ്ടല്ലോ, ഈ മല മൊത്തം കറങ്ങിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ആന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വേഗം ഫെൻസിങ് സെറ്റാക്കുന്നത്. ഇതാ നമ്മുടെ കൂട്ടുകാരൻ എന്നെ കാണാൻ വേണ്ടി വന്നേക്കുവാ. സ്റ്റേ ചെയ്യുന്നത് നമ്മൾ ചെക്കന്മാരൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇതുണ്ടോ ഇവിടെ റൂമ്. നേരെ ഫ്രണ്ടിൽ നമ്മൾ ഊട്ടി മല ഉണ്ടോ, ഊട്ടി മലകളാണ് അതൊക്കെ. ഇത് നമ്മളെ അട്ടപ്പാടി ഇങ്ങനെ സൈലൻറ്റ് വാലി മലകളാണത്. നല്ല വിശപ്പുണ്ട്, ഉച്ചയ്ക്ക് കഴിച്ചില്ലേ, നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നില്ല. നല്ല ചോറും കുടമ്പള്ളിട്ട് നല്ല അയിലക്കറി. നേരെ ഫ്രണ്ടിൽ തേയിലത്തോട്ടം, വാഴത്തോട്ടം. നേരെ മുന്നത്തെ മല ഊട്ടി. കുറച്ച് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്നോട്ടോ പറഞ്ഞേ. നമുക്ക് പോയി നോക്കാം, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പോൾ 8 ഏക്കർ പ്ലാന്റാണ് കേട്ടോ ഈ തോട്ടം ചെയ്തിരിക്കണത്. ഉള്ള അടിപൊളി എന്താണെന്നറിയോ, ആ നേരെ കാണുന്ന മല ഉണ്ടോ, അതാണ് ഊട്ടി. അപ്പോൾ ഇന്നലെ വരെ ഇവിടെ ആന ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. അത്യാവശ്യം ഉണ്ടല്ലോ ഇവിടെ. മരുന്നടിക്കില്ലല്ലോ? മരുന്നടിക്കോ ഇവിടെ? മരുന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഉണ്ടോ മത്തം മാത്രമേ ഉള്ളൂ? കരുവേപ്പിൻ്റെ ഇല ഉണ്ട്. ഒരു മരുന്നും ഇടാതെ, അതായത് കെമിക്കൽ ഒന്നും ചേർക്കാതെ വെറുതെ ഈ മണ്ണിലുണ്ടായ സാധനങ്ങളാണ് ഇതൊക്കെ. കിട്ടിയാ?
മുള്ള്. എടാ ഞാൻ നിന്നെ എങ്ങനെ കാണിച്ചോടാ നിന്റെ 6 പാക്ക് ഒക്കെ. കാണിക്കാനുള്ള ആളാരൊക്കെ പോയി. ഉള്ളിക്ക് വരുന്ന മൃഗങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? തോട്ടത്തിന്റെ ഉള്ളിക്ക് വരുന്ന 8 ഏക്കർ മൊത്തം ഫെൻസിങ്. 8 ഏക്കറും ആനയും കയറില്ല, പന്നിയും കയറില്ല. കയറുകയാണെങ്കിൽ മുയില് മാത്രമേ കയറുള്ളൂ. കാട്ടുമുയില് അത് മാത്രമേ കയറുള്ളൂ. അല്ലാതെ വേറെ ഏറ്റവും കയറുന്നൊന്നുമില്ല. അതായത് ചുറ്റും ഫെൻസിങ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കാരണം എത്രയും കൊടുങ്കാട്ടിന്റെ നടുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ പണിയല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ചുറ്റും ഫെൻസിങ് ആണ്. കാട്ടുമുയൽ എങ്ങനെയെങ്കിലും ഒക്കെ കയറി വരും. പക്ഷെ വലിയ ജീവികളൊക്കെ വരാൻ കുറച്ച് പാടാണ്. നിങ്ങൾ കണ്ടില്ലേ വരുമ്പോൾ ഒരുപാട് ഫെൻസിങ് കാണിച്ചു തന്നില്ലേ ഞാൻ. ഇത് റിസോർട്ടല്ലേ, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുതരാം. ഇത് ഞങ്ങളുടെ തോട്ടാണ്. ഞങ്ങളുടെ അല്ല, മുതലാളി തോട്ടം അവിടെ. ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞാണ്. മുതലാളി ഇവിടെ ഉണ്ട്. അല്ല നല്ല അടിപൊളി മത്തൻ. ഇപ്പൊ ഇവിടെ ഈ ഫെൻസിങ്ങയുടെ വർക്ക് ചെയ്യാൻ തന്നെ ഒരു നല്ല ചെലവ് വരൂലേ? നല്ലൊരു പൈസ വരും. ഇപ്പൊ നമ്മളിത് 8 ഏക്കറിന് ചെയ്തിട്ടില്ലേ ഫെൻസിങ്? ഏകദേശം എത്ര ആയി? 2.5 ലക്ഷം രൂപ വരില്ലേ? ഓ, ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കൊണ്ടുനടക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. 2.5 ലക്ഷം 3 ലക്ഷം ചിലവാക്കിയിട്ടാണ് ഇവിടെ ഫെൻസിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ആനക്കാടിന്റെ ഈ നടുക്കേ ഈ കൃഷി നടത്തുന്ന എത്ര റിസ്ക് ആണ്? ഇത് ഒരുപാട് റിസ്ക് ഉണ്ട് മോനെ. ഈ മക്കളെ നോക്കുന്ന മാതിരി നോക്കണം. മൃഗങ്ങളെ ശല്യം, കാര്യമായിട്ട് മൃഗങ്ങളെ ശല്യം. കാട്ടുപന്നി, ആന ഇറങ്ങിയിട്ട് ഒരു വിധം നടത്തിയിട്ടുണ്ടാവും. അത് 10 13 ഒക്കെ വരിക. ഓ, അതാണ് നമ്മൾ ഇതുപോലുള്ള കാടുകളിൽ കൃഷി ചെയ്താലുള്ള പ്രശ്നങ്ങൾ റിസ്ക് ഒഴിവാക്കി ചെയ്യാം. ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്കടെ തോട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ അതൊക്കെ നേരെ മുന്നിലുണ്ട് നിങ്ങൾ മല. ഇതിൽ കൂടെയൊക്കെയാണ് ആന ഇറങ്ങി വരാറ്. ഇവിടെ ഈ കാണുന്ന പുഴയല്ലേ, ഇവിടെ ആന വരാറുണ്ട്. അപ്പോൾ ഇന്നലെ അവിടെയൊക്കെ ആനകളുണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്ന നേരെ ഓപ്പോസിറ്റിൽ കാണുന്ന ആ മലയല്ലേ, ഇത് നടുക്കൊരു റിവറും ഉണ്ട്. നമ്മൾ വന്ന റിവറും ഉണ്ട്. അപ്പോൾ അത് കടന്നിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരിക. ഇതായിരിക്കുന്നു ഇവിടെ പറഞ്ഞു തരുമ്പോഴേക്കൊരു മത്തൻ. എന്താ ഒക്കെ ഇത് മൂത്തുണ്ടാ? ഇത് അത് ശരിയാ. അപ്പം ഞാനിവിടെ പണിക്ക് കയറിട്ടോ ഫ്രണ്ട്സ്. പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ തന്നാൽ മതി, എണ്ണ അടിക്കാനുള്ള. സംഗതി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഇതുപോലുള്ള കാടുകളിൽ കൃഷി ചെയ്തിട്ടോ അല്ലെങ്കിൽ കാടുപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് നിൽക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. നിങ്ങൾക്ക് അതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയണം കേട്ടോ. നമ്മളെ ഫ്രണ്ടാട്ടോ ഇവിടെ. കണ്ട വല്ലതോ? ആനനെ കണ്ട? വന്നില്ലല്ലേ? ഒരു ടീം ഈ മലയുടെ മേളിൽ കയറുള്ളൂ, വേറെ ആരും കയറാൻ അനുവാദമില്ല. ആനയുടെ മുന്നിൽ ഒരുപാട് വട്ടം ഞാൻ പണം. ഇപ്പൊ എങ്ങനെ നോക്കിയാൽ ഒരു മാസം ഒരു 10 വട്ടെങ്കിലും മുന്നിൽ പോയി. ആനയുടെ മുന്നിൽ പെടും. അമ്മോ, ഇത് ഭയങ്കര കാടാട്ടോ. ഇത് കാണുന്നില്ല നമുക്ക് രാത്രി നേരത്തെ. ഇനി നമ്മൾ പുഴ കടന്ന്, അത് ഇക്കരന്ന് അക്കരയ്ക്ക് പുഴ കടന്ന് പോകണം. ആന ഉള്ള പുഴയിലോട്ടോ. അപ്പൊ ആന ഉണ്ടെന്ന് അവിടെ മുകളിൽ പറഞ്ഞത്. എന്താ ബ്രോ ഈ ഭാഗത്ത് എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ എന്റെ അമ്മ എന്തു ഫസ്റ്റ് ദിവസം ആന കയറിയപ്പോ ഒന്നും ചെയ്യില്ല. രണ്ടാമത്തെ പ്രാവശ്യം ആന കയറിയപ്പോ ഒരു 45 വാഴ 45 വാഴ പോയി. ഞങ്ങളിവിടെ തീയുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു കേട്ടോ. ഉറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ എന്തോ വന്നിട്ടോന്നു. പട്ടികളൊക്കെ കുരയ്ക്കാൻ തുടങ്ങി. അതെന്താണ്? കരടിയാ? പുലിയോ? ആന കുത്തിമറിച്ചിട്ട് പോകാൻ നോക്കി. ഇപ്പൊ ഫെൻസിങ്ങിന്റെ മുകളിൽ കൂടെ ഈ മരം പൊളിഞ്ഞടിക്കുന്നുണ്ടോ നിങ്ങള്? അതാ ലാസ്റ്റ് നമ്മളൊരു 5, 5:30, 6 മണിയാകുമ്പോഴാണ് ഈ സംഭവം നടന്നത്. ഇവിടെ ഒരു മരം പൊട്ടിച്ചിട്ടുണ്ട് ആന. അപ്പോൾ ഒരു ദിവസം അവരുടെ കൂടെ നിന്ന് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉറങ്ങാണ്ട് ഇവരെ കൂടെ തന്നെ നടക്കുന്നത്.